കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയ ലോകത്തെ ഏറ്റവും വിശന്നു വലഞ്ഞ രാജ്യമായാണ് നമുക്ക് പരിചയം. പതിറ്റാണ്ടുകളായി നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ലക്ഷക്കണക്കിന് സൊമാലിക്കാർ അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് വന്നു. 1990കളിലാണ് സൊമാലിയയിൽ നിന്ന് US-ലേക്ക് അഭയാർത്ഥി പ്രവാഹം ആരംഭിക്കുന്നത്. ഇന്ന് US-ൽ 2.6 ലക്ഷത്തിലധികം സൊമാലി വംശജരുണ്ട് എന്നാണ് കണക്ക്. വ്യാപകമായ അരക്ഷിതാവസ്ഥയുടെ ദുരിതം പേറി ലക്ഷക്കണക്കിന് സൊമാലിയക്കാരാണ് അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. പലരും കെനിയയിലെ ദബാബ് പോലെയുള്ള ദൂരെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലാണ് എത്തിപ്പെടുന്നത്. ഇവിടെ വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അമേരിക്കയിലേക്കോ മറ്റിടങ്ങളിലേക്കോ കുടിയേറാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നത്. അമേരിക്കയിലെ സൊമാലിയൻ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും മിനിസോട്ടയിലെ മിനിയാപോളിസ് സെന്റ് പോൾ മെട്രോപൊളിറ്റൻ ഏരിയയിലാണുള്ളത്. ടാക്സി ഡ്രൈവർമാരായും സൂപ്പർ മാർക്കറ്റ് ഉടമകളായും മെഡിക്കൽ ഫീൽഡിലും നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും US-ന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇവർ ഗുണം ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. 2017 സൊമാലിയ ഉൾപ്പെടെ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ട്രാവൽ ബാനിൽ ഉൾപ്പെടുത്തിയിരുന്നു ട്രംപ്. 2018 ആഫ്രിക്കൻ രാജ്യങ്ങളെ ഷിറ്റ് ഹോൾ കൺട്രീസ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ചരിത്രവുമുണ്ട് ട്രംപിന്. കുടിയേറ്റക്കാർ US-ന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നവരാണെന്നായിരുന്നു മറ്റൊരു പരാമർശം. ഇക്കഴിഞ്ഞ ഡിസംബർ 2 വൈറ്റ് ഹൌസ് ക്യാബിനറ്റ് മീറ്റിംഗിലുടനീളം ഉറക്കം തൂങ്ങിയ ട്രംപ് കുടിയേറ്റ വിഷയം വന്നപ്പോഴാണ് ആഞ്ഞടിച്ചത് എന്നാണ് റിപ്പോർട്ട്. സൊമാലിയയിൽ നിന്ന് അഭയാർത്ഥിയായി അമേരിക്കയിലെത്തി 25 വർഷം മുൻപ് പൗരനായ മിനിസോട്ടയിലെ ഡെമോക്രാറ്റിക് പ്രതിനിധി ഇൽഹാൻ ഒമറിനെ ചവറെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു ട്രംപ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് മേശപ്പുറത്ത് കൈതട്ടി ട്രംപിന്റെ വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു.